നമസ്കാരം. 2026 മാർച്ച് 22 മുതൽ മാർച്ച് 28 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂർ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസവും ഉത്സാഹവും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയം. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാം. ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പഠന ചിലവുകൾ വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. എന്നാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തലവേദന, ക്ഷീണം എന്നിവ അനുഭവപ്പെടാം. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുക. ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയം. പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കും. കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. എന്നാൽ ജോലിസ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കണം. ബിസിനസ് മേഖലയിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്ത് സമാധാനം നിലനിൽക്കും. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ഉന്നത പഠനം സാധ്യമാകും. ആശയവിനിമയം പ്രയോജനപ്പെടുന്നതാണ്. വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടും. പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദേവീ ക്ഷേത്ര ദർശനം ഉത്തമമാണ്. മിഥുനക്കൂർ മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയം വഴി നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. രേഖകൾ പരിശോധിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കണം. വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യത വർദ്ധിക്കും. ബിസിനസ് മെച്ചപ്പെടുത്താനാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതാണ്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതാണ്. പ്രണയിതാക്കൾക്കും വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാം. സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകാൻ ഇടയുണ്ട്. സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. ഓം നമഃശിവായ ജപിക്കുക. കർക്കിടകക്കൂർ പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിലിടത്ത് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ശുഭചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തണം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ ദൈവാധീനത്താൽ എല്ലാ കാര്യങ്ങളെയും പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ധനച്ചിലവുകൾ വർദ്ധിക്കും. യാത്രകൾ വേണ്ടിവരും. കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനാകും. ശരീരവേദന, ക്ഷീണം, ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും വേണം. യോഗ ശീലമാക്കുക. ദേവീ ക്ഷേത്ര ദർശനം ഉത്തമമായിരിക്കും. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. അംഗീകാരം ലഭിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കേണ്ടതാണ്. തൊഴിലിൽ ചില വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടതായി വരും. ബിസിനസ്സിൽ തീരുമാനമെടുക്കുമ്പോൾ അനുഭവജ്ഞാനമുള്ളവരുമായി കൂടിയാലോചിക്കണം. വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ധനാഗമനം ഉണ്ടാകും.
കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. അപ്രതീക്ഷിതമായ ചിലവുകൾ ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാം. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുകയും ശരീരത്തിന് സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും ഇടയാകും. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുക. കന്നിക്കൂറ്. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ക്ഷമ ശീലമാക്കുക. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. ബന്ധങ്ങളിൽ ക്ഷമ പുലർത്തണം. ബിസിനസ് ഗുണപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആകും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. കുടുംബത്ത് സന്തോഷകരമായിരിക്കും. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനാകും. ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ് അലട്ടാനിടയുണ്ട്. യോഗ ശീലമാക്കുക. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. തുലാക്കൂറ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും. ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സാമ്പത്തികമായി ഗുണകരമായ സമയം. കടങ്ങൾ തീർക്കാൻ കഴിയും. കുടുംബത്തിൽ സന്തോഷം. എന്നാൽ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ബിസിനസ് മെച്ചപ്പെടുത്തിയെടുക്കാനാകും. ധനനിക്ഷേപങ്ങളും ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചികിത്സകൾ ആവശ്യമായി വരുന്നതാണ്. പാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടും. ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ്. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് വെല്ലുവിളികൾ തരണം ചെയ്യേണ്ടതായി വരും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. കുടുംബത്ത് സമാധാനം നിലനിൽക്കും. എല്ലാ തീരുമാനങ്ങളും മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് എടുക്കേണ്ടതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബിസിനസ് രംഗത്തു നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വിദേശ ധനം വരാനിടയുണ്ട്. ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തണം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധൈര്യത്തോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യത വർദ്ധിക്കും. ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. ജീവിത പങ്കാളിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊണ്ട, ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാം. ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ സമർപ്പിക്കുക. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിന പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കും.
തൊഴിൽ രംഗത്ത് സ്ഥിരതയുണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത വേണം. കുടുംബത്ത് സമാധാനമുണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ മനപ്രയാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അവയെ അതിജീവിച്ചു പോകാനാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തിയാൽ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് നീങ്ങാനാകും. ക്ഷമയോടെ കാര്യങ്ങൾ നേരിടേണ്ടതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും. ദൂരദേശ യാത്രകളിൽ ശ്രദ്ധ പുലർത്തണം. കണ്ണ്, പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഗണപതി മന്ത്രം നിത്യേന ജപിക്കുക. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ അവസരങ്ങൾ ലഭിക്കും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. എന്നാൽ കോപം നിയന്ത്രിക്കേണ്ടതാണ്. ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തണം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അധികാരപ്രാപ്തിക്കായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ക്ഷമയോടെ മുന്നോട്ടു പോകേണ്ടതാണ്. വിവാഹാലോചനകൾക്ക് ചെറിയ കാലതാമസം നേരിടാം. കുടുംബത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. വീട്, ഭൂമി, വാഹനം എന്നിവ വാങ്ങാനാകും. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഉദര പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അലർജി പ്രശ്നങ്ങൾ അലട്ടാം. തലവേദന ഉണ്ടാകാം. പല്ല്, കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുക. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. പുരോഗതി ഉണ്ടാകും. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും. ശത്രുത കുറയും. ക്ഷമ ഉണ്ടാകണം. മോശം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും. ധനനേട്ടത്തിന് കുറവ് വരുന്നതാണ്. ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തണം. ധനച്ചിലവുകളിൽ നിയന്ത്രണവും ആവശ്യമാണ്. വരുമാനം കുറയാനിടയുണ്ട്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ സന്തോഷം നിലനിർത്തി മാനസിക സമ്മർദ്ദം ഒഴിവാക്കണം. ശാരീരിക ക്ഷീണം അനുഭവപ്പെടാം. ശാസ്താവിന് വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ടു പോവുക.